എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 13 ശ്ലോകം 6. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് സമുദ്രത്തിലൂടെ നടക്കുമ്പോൾ ഭൂമിയെ തൻ്റെ തേറ്റമേൽ ഉറപ്പിച്ചു വെച്ച് സമുദ്രത്തിൽ നിന്നും ഉയർന്നു വരുന്ന വരാഹമൂർത്തിയെയാണ് ഹിരണ്യാക്ഷൻ കാണുന്നത്. ആ സമയം പല വിധത്തിലും വന്യമൃഗം എന്നൊക്കെ വിളിച്ച് ഹിരണ്യാക്ഷൻ ഭഗവാനെ പരിഹസിച്ചുവെങ്കിലും അത് വകവയ്ക്കാതെ ഭൂമിയെ അതിൻ്റെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു വെക്കാനാണ് വരാഹമൂർത്തി ആദ്യം ശ്രമിച്ചത്. അതിനുശേഷം ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും തമ്മിൽ അനേക സമയം നീണ്ടു നിൽക്കുന്ന ഗദായുദ്ധം നടന്നു. ഹിരണ്യാക്ഷന്റെ ഗദാപ്രഹരമേറ്റ് ഭഗവാന്റെ ഗദ താഴെ വീണപ്പോൾ ഹിരണ്യാക്ഷന് അഹങ്കാരം ഒന്നുകൂടി കൂടി. നിർഭയനായി തനിക്ക് നേരെ പൊരുതുന്ന ഹിരണ്യാക്ഷനെ ഭഗവാൻ ഇങ്ങനെ കൗതുകത്തോടെ വീക്ഷിച്ചു. ഒടുവിൽ അസുരവർഗത്തെ മുച്ചൂടും വേരറുക്കുന്നതിൽ പേരെടുത്ത മഹത്തായ സുദർശന ചക്രത്തെ അദ്ദേഹം കയ്യിലേന്തി. ഇത്രയും ഭാഗമാണ് നമ്മൾ ശ്ലോകം 5 വരെ കണ്ടത്. ഇനി ഇന്ന് ശ്ലോകം 6. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിത ചക്ര പ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരീഹി. തതഃ ശൂലം കാല പ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തതി ഏനത് കരകലിത ചക്ര പ്രഹരണാത് സമാരുഷ്ടഃ മുഷ്ട്യാ സഹ ഖലു വിദുദൻ ത്വാം സമതനോത് ഗളന്മായേ മായാഹ ത്വയി കില ജഗന്മോഹനകരീഹി. കാല പ്രതിമരുഷി എന്ന് വെച്ചാൽ ഹിരണ്യാക്ഷനെയാണ് അവിടെ പറയുന്നത്. ഒരു അന്തകനെ പോലെ ക്രുദ്ധനായിട്ട്, അതാണ് കാല പ്രതിമരുഷി. ഒരു അന്തകനെ പോലെ ക്രുദ്ധനായിട്ട് ദൈത്യേ, ആ അസുരൻ ഹിരണ്യാക്ഷൻ, തതഹ അപ്പോൾ, അതായത് ഭഗവാൻ കയ്യിൽ സുദർശന ചക്രം ഏന്തിയപ്പോൾ, ശൂലം വിസൃജതി, ഹിരണ്യാക്ഷൻ ഒരു ശൂലമെടുത്ത് ഭഗവാന് നേരെ എറിയാൻ, വിസൃജതി എന്നാൽ എറിയുവാൻ തുടങ്ങി എന്നർത്ഥം. ഭഗവാൻ കയ്യിൽ സുദർശന ചക്രം എടുത്തപ്പോൾ ഹിരണ്യാക്ഷൻ കോപം കൊണ്ട് ജ്വലിച്ച് കയ്യിൽ ഭഗവാന് നേരെ പ്രയോഗിക്കാൻ ഒരു ശൂലമെടുത്തു. ഏനത് ഇതിനെ, ഈ ശൂലത്തെ കരകലിത ചക്രപ്രഹരണാത്, അതായത് ഭഗവാൻ കയ്യിലേന്തിയ ആ സുദർശന ചക്രം എറിഞ്ഞ് ത്വയി അവിടുന്ന് ചിന്തതി ഛേദിച്ചു കളഞ്ഞുവല്ലോ എന്ന്. അപ്പൊ ഹിരണ്യാക്ഷൻ കയ്യിൽ ശൂലം എടുത്തപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിലെ ആ സുദർശന ചക്രം എറിഞ്ഞ് ഹിരണ്യാക്ഷന്റെ ശൂലത്തെ മുറിച്ചു കളയുകയും ചെയ്തു. സഹഖലു അപ്പോൾ ആ ഹിരണ്യാക്ഷനാകട്ടെ സമാരുഷ്ടഃ അത്യന്തം ക്രുദ്ധനായിട്ട് ത്വാം അങ്ങയെ മുഷ്ട്യാ വിദുതൻ മുഷ്ടി ചുരുട്ടി ഇടിക്കുക മാത്രമല്ല, അങ്ങനെ വേദനിപ്പിക്കുക മാത്രമല്ല ചെയ്തത് എന്ന്. അതാണ് മുഷ്ട്യാ വിദുതൻ. ഹിരണ്യാക്ഷൻ അപ്പോൾ ശൂലം മുറിഞ്ഞു പോയപ്പോൾ തൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ഭഗവാനെ ഇടിച്ച് വേദനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഗളന്മായേ ത്വയി, അതായത് മായാസമ്പർക്കമേശാത്ത ത്വയി ഭഗവാനെ അങ്ങയെ ജഗന്മോഹനകരി മായ, ഈ ലോകത്തെ മുഴുവൻ അന്താളിപ്പിക്കുന്ന ആ പലവിധ മായകളും സമതനോത് കാട്ടാനൊരുങ്ങുകയും കില ചെയ്തുവല്ലോ എന്ന്. അതായത് ഹിരണ്യാക്ഷന് മനസ്സിലായിട്ടില്ല ഈ മുന്നിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന്. അപ്പോ ഭഗവാൻ സുദർശന ചക്രം കയ്യിലെടുത്തപ്പോൾ ഹിരണ്യാക്ഷന് കോപം വന്നിട്ട് ശൂലം കയ്യിലെടുത്ത് ഭഗവാന് നേരെ എറിഞ്ഞു. അപ്പോൾ ഭഗവാൻ സുദർശന ചക്രം പ്രയോഗിച്ച് ആ ശൂലത്തെ മുറിച്ചു കളഞ്ഞു. അത് കണ്ടപ്പോൾ അത്യന്തം ക്രുദ്ധനായ ഹിരണ്യാക്ഷൻ മുഷ്ടി ചുരുട്ടി ഭഗവാനെ ഇടിച്ച് വേദനിപ്പിക്കുക മാത്രമല്ല ചെയ്തത്,
ഈ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന രീതിയിൽ പലവിധ മായകളും ഭഗവാന്റെ മുന്നിൽ കാട്ടുകയും ചെയ്തു എന്ന്. പക്ഷേ ഭഗവാൻ ആരാ? ഈ മായയുടെ തന്നെ ഈശ്വരനായിരിക്കുന്ന, മായയ്ക്ക് അതീതനായിരിക്കുന്ന, മായയുടെ കലർപ്പില്ലാത്ത ഭഗവാനോടാണ് താൻ ഈ മായകളൊക്കെ കാണിക്കുന്നത് എന്ന് ഹിരണ്യാക്ഷൻ അപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ പല അസുരന്മാരില്ലേ പലവിധ മായാപ്രയോഗങ്ങളും കാണിക്കും. അങ്ങനെ അത് കണ്ട് ലോകം മുഴുവൻ ഭയക്കും. ഈ ലോകത്തെ മുഴുവൻ അന്താളിപ്പിക്കുന്ന വിധത്തിൽ പല മായകളും ഹിരണ്യാക്ഷൻ കാണിച്ചു. പക്ഷേ മായയുടെ ഈശ്വരനായിരിക്കുന്ന ഭഗവാനോടാണ് താൻ ഇത് കാണിക്കുന്നത് എന്ന് ഹിരണ്യാക്ഷൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഇവിടെ മേൽപ്പത്തൂര് സൂചിപ്പിക്കുകയാണ്. ശ്ലോകം 7. ഭവച്ചക്ര ജ്യോതിഷ്കണലവ നിപാതേന വിധുതേ തദോ മായാചക്രേ വിതത ഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിമുഷ്ടിപ്രഹൃതിഭി അഭിഘ്നന്ദമസുരം സ്വപദാംഗുഷ്ഠേന ശ്രവണപദ മൂലേ നിരവധീഃ. ഭവച്ചക്ര ജ്യോതിഷ് കണ ലവനിപാതേന വിധുതേ തതഃ മായാചക്രേ വിദത ഘന രോഷാന്ത മനസം ഗരിഷ്ഠാഭിഃ മുഷ്ടിപ്രഹൃതിഭിഃ അഭിഘ്നന്ദം അസുരം സ്വപാദാം അങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധീഃ. അർത്ഥം തതഃ അപ്പോൾ, അതായത് ഭഗവാന്റെ മുന്നില് ഹിരണ്യാക്ഷൻ പലവിധ മായകളും കാട്ടിയപ്പോൾ മായാചക്രേ ആ അസുരന്റെ മായകളെല്ലാം ഭവചക്ര ജ്യോതിഷ് കണലവ നിപാതേന വിധുതേ, അതായത് അങ്ങയുടെ ഭവചക്ര ഭഗവാനെ അങ്ങയുടെ സുദർശന ചക്രത്തിന്റെ തീപ്പൊരികൾ തട്ടി നിഷ്പ്രഭമായി പോയി എന്ന്. നിപാതേന വിധുതേ എന്നാൽ തട്ടി പറന്നുപോയി എന്നർത്ഥം. എന്ന് വെച്ചാൽ ഹിരണ്യാക്ഷൻ ഭഗവാന്റെ മുന്നിൽ ഒരുപാട് മായകളൊക്കെ കാട്ടിയെങ്കിലും ഭഗവാന്റെ സുദർശന ചക്രത്തിന്റെ ആ പ്രഭ കൊണ്ട് ഹിരണ്യാക്ഷന്റെ ഈ മായകളെല്ലാം നിസ്സാരമായി പോയി. വിദധ ഘന രോഷാന്ത മനസ്സം, അപ്പോൾ അത്യധികം കനമുള്ള രോഷം വന്നിട്ട് അന്ധമനസ്സം എന്നാൽ വിവേകമില്ലാത്തവനായിട്ട് ആ അന്ധകാരത്തിൽ അറിവില്ലായ്മയിൽ പെട്ടിട്ട് ഗരിഷ്ഠാഭിഹി മുഷ്ടി പ്രഹൃതിഭിഹി, അതായത് നന്നേ കനത്ത മുഷ്ടിപ്രഹരങ്ങൾ ഭഗവാന് നേരെ നന്നായി ഏൽപ്പിക്കുന്നവനായ ആ അസുരനെ ഹിരണ്യാക്ഷനെ, അതാണ് ഗരിഷ്ഠാഭിഹി മുഷ്ടിപ്രഹൃതിഭിഹി, നന്നേ കനത്ത മുഷ്ടിപ്രഹരങ്ങൾ അഭിഘ്നന്ദം അസുരം നന്നായി ഏൽപ്പിക്കുന്ന ആ അസുരനെ ഹിരണ്യാക്ഷനെ സ്വപാദാം അങ്കുഷ്ടേന, ഭഗവാനെ അവിടുന്ന് അങ്ങയുടെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ശ്രവണപദമൂലെ, അവന്റെ ചെന്നിക്ക്, അതായത് കരണക്കുറ്റിക്ക് എന്ന് നമ്മൾ പറയില്ലേ, ആ ചെന്നിക്ക് നിരവധീഹി, നന്നായി ഒരു വീക്കുവീക്കിന്ന്, ശക്തിയായിട്ട് ഒരു അടി അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാന്റെ മുന്നിൽ ഹിരണ്യാക്ഷൻ പല മായകളും കാണിച്ചെങ്കിലും ആ സുദർശന ചക്രത്തിന്റെ പ്രഭാവത്താൽ അവയെല്ലാം നിഷ്പ്രഭമായി പോയി, ആ മായയെല്ലാം. അപ്പോൾ ഹിരണ്യാക്ഷന് വീണ്ടും ആ ഒരു ശുണ്ഠി കൂടി വന്നു. ദേഷ്യം വരുമ്പോൾ മനുഷ്യന് വിവേകം നഷ്ടപ്പെടുമല്ലോ. അങ്ങനെ വിവേകമില്ലാത്തവനായ ഹിരണ്യാക്ഷൻ തൻ്റെ മുഷ്ടി ചുരുട്ടിയിട്ട് ഭഗവാനെ വീണ്ടും പ്രഹരിക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഭഗവാൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഹിരണ്യാക്ഷന്റെ ആ കരണക്കുറ്റിക്ക് നോക്കിയിട്ട് ശക്തമായ ഒരു അടി അടിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 8. മഹാകായ സോയം തവ ചരണപാദ പ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദൃശിഭി ശ്ലാഘിതഹദീഹി തഥാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിരനുവൻ അധ്വരതനും.
മഹാകായഃ സഹ അയം തവ ചരണപാദ പ്രമഥിതഃ ഗളൻ രക്തഃ വക്ത്രാത് അപതത് ഋഷിഭിഃ. ഗളദ്രക്തോ വക്ത്രാദപതത് ഋഷിഭി എന്നാൽ ഗളൻ രക്തഃ വക്ത്രാത് അപതത് ഋഷിഭിഃ ശ്ലാഘിതഹതിഃ. തദാ ത്വം ഉദ്ദാമ പ്രമദ ഭര വിദ്യോതി ഹൃദയാ മുനീന്ദ്രാഃ സാന്ദ്രാഭിഃ സ്തുതിഭിഃ അനുവൻ അധ്വര തനും. അർത്ഥം മഹാകായഃ സഹ അയം. മഹാകായം വലിയ ശരീരം, പെരുത്ത കൂറ്റൻ തടിയുള്ള അത്രയും വലിയ ശരീരമുള്ള സഹ അയം ആ അസുരൻ ഹിരണ്യാക്ഷൻ. തവ ചരണപാദ പ്രമഥിതഃ. തവ അങ്ങയുടെ ചരണപാദം കാലിലെ ഒരു പെരുവിരൽ കൊണ്ടുള്ള ആ പ്രഹരമേറ്റിട്ട് പ്രമഥിതഃ. പ്രമഥിതഃ എന്നാൽ അതങ്ങ് ചതഞ്ഞ് വക്ത്രാത് ഗളദ് രക്തഃ വായിൽ നിന്നും ചോര പുറത്തേക്ക് വന്ന് അപതത് താഴെ വീണുന്ന്. അപ്പൊ ഭഗവാന്റെ കാലിന്റെ ഒരു പെരുവിരൽ കൊണ്ടുള്ള പ്രഹരമേറ്റപ്പോഴേക്കും ഹിരണ്യാക്ഷന്റെ വായിൽ നിന്നും ചോര ഛർദിച്ചു. അങ്ങനെ ബോധം കെട്ട് ഹിരണ്യാക്ഷൻ താഴെ വീണു. ഋഷിഭിഹി ശ്ലാഘിതഹതിഹി. മഹർഷിമാരപ്പോൾ ആ ദുഷ്ടനിഗ്രഹത്തെ കണ്ട് ശ്ലാഘിച്ചു. തഥാ അപ്പോൾ ത്വം ഭഗവാനെ ഈ അവസരത്തിൽ അങ്ങയെ ഉദ്ദാമ പ്രമദഭര വിദ്യോതി ഹൃദയാഹ മുനീന്ദ്രാഹ. അതായത് അളവില്ലാത്തത്ര കനത്ത സന്തോഷത്താൽ ഉള്ളു തെളിഞ്ഞ മഹർഷി ശ്രേഷ്ഠന്മാർ, അതാണ് വിദ്യോതി ഹൃദയ മുനീന്ദ്രഹ, ഉള്ളു തെളിഞ്ഞ മനസ്സിൽ അത്രയധികം അളക്കാനാവാത്ത സന്തോഷം വന്ന് അങ്ങനെ ഉള്ളു തെളിഞ്ഞ ആ മഹർഷി ശ്രേഷ്ഠന്മാർ അധ്വരതനും ഭഗവാനെ അങ്ങയെ യജ്ഞസ്വരൂപനാക്കി കൽപ്പിച്ച് സാന്ദ്രാഭിഹി അതായത് അർത്ഥവത്തായ സ്തുതിഭിഹി സ്തുതികളാൽ അനുവൻ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാൻ അധികമൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഭഗവാന്റെ പാദത്തിന്റെ ഒരു പെരുവിരൽ കൊണ്ടുള്ള അടിയേറ്റപ്പോഴേക്കും ഹിരണ്യാക്ഷന്റെ വായിൽ നിന്നും ചോര പുറത്തേക്ക് വന്ന് അദ്ദേഹം ബോധം കെട്ട് താഴെ വീണു. അപ്പോൾ ഹിരണ്യാക്ഷൻ മരിച്ചു എന്ന് മനസ്സിലാക്കിയ മഹർഷിമാരെല്ലാം ആ ദുഷ്ടനിഗ്രഹത്തെ ശ്ലാഘിച്ചു. അവർക്ക് ആ അവസരത്തിൽ അളവില്ലാത്തത്ര കനത്ത സന്തോഷമാണ് ഉള്ളിൽ തെളിഞ്ഞത്. അങ്ങനെ ആ മഹർഷിമാർ ഭഗവാനെ യജ്ഞസ്വരൂപനായി കണ്ടിട്ട് അർത്ഥവത്തായ സ്തുതിഗീതങ്ങളാൽ പ്രശംസാവചനങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു. ശ്ലോകം 9. ത്വജീ ചന്ദോ രോമസ്വപി കുശഗണശ്ചക്ഷുഷീ ഘൃതം ചതുർഹോദാരോങ്ക്രൗ ശൃഗഭിവദനീ ചോദര ഇഡാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദാ. ത്വചി ഛന്ദഃ രോമസു അപി കുശഗണഃ ചക്ഷുഷി ഘൃതം ചതുർഹോദരഃ അങ്ക്രൗ ശൃഗ് അപി വദനേ ച ഉദരേ ഇഡാ ഗ്രഹാഃ ജിഹ്വായാം തേ പരപുരുഷഃ കർണേ ച ചമസാ വിഭോഃ സോമഃ വീര്യം വരദ ഗളദേശേ അപി ഉപസദഃ. അർത്ഥം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ആ മഹർഷിവര്യന്മാർ ഭഗവാനെ യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയായിട്ടാണ് കണ്ടത്. അങ്ങനെ ഭഗവാന്റെ അവയവങ്ങളെ അതാത് യജ്ഞത്തിനായുള്ള ഉപകരണങ്ങളായി സങ്കല്പിച്ച് ആ മഹർഷിമാർ ഭഗവാനെ സ്തുതിക്കുന്നു. അതായത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ സ്തുതി എങ്ങനെയാണെന്നാണ് ഈ ശ്ലോകം 9 പറയുന്നത്. അപ്പൊ യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയായിട്ടാണ് ഭഗവാനെ അവർ കൽപ്പിച്ചത്. അപ്പൊ ഭഗവാന്റെ ഓരോ അവയവങ്ങളും ശരീരാവയവങ്ങളും യജ്ഞത്തിനായുള്ള ഉപകരണങ്ങളായി കണ്ടുകൊണ്ട് അത് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് അവർ ഭഗവാനെ സ്തുതിക്കുന്നത്. അതാണ് ഇപ്പോ
ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഹേ പരപുരുഷ, അല്ലയോ പുരുഷോത്തമ, തേ ത്വജി ഛന്ദഃ, അങ്ങയുടെ ത്വജി ത്വക്കിന്റെ സ്ഥാനത്ത് ഛന്ദഃ ഗായത്രി മുതലായ ഛന്ദസ്സുകളും, ആ യജ്ഞം നടത്തുമ്പോൾ ജപിക്കുന്ന ഗായത്രി മുതലായ ഛന്ദസ്സുകളാണ് അങ്ങയുടെ ത്വക്കിന്റെ സ്ഥാനത്ത് ഋഷിവര്യന്മാർ സങ്കല്പിച്ചത്. രോമസു കുശഗണഃ അഭി, രോമങ്ങളുടെ സ്ഥാനത്ത് ധാരാളം ദർഭപ്പുല്ലുകളെയും സങ്കല്പിച്ചു. അപ്പൊ ഒരു യജ്ഞത്തിന് ദർഭപ്പുല്ലു അത്യാവശ്യമാണ്. അപ്പോൾ ഭഗവാന്റെ രോമങ്ങളുടെ സ്ഥാനത്ത് അവർ സങ്കല്പിച്ചത് അത് ദർഭപ്പുല്ലുകളായിട്ടാണ് കണ്ടത്. ചക്ഷുഷി ഘൃതം, അതായത് കണ്ണുകളുടെ, ഭഗവാന്റെ കണ്ണുകളുടെ സ്ഥാനത്ത് ഘൃതം എന്നാൽ നെയ്യും സങ്കല്പിച്ചു. അങ്ക്രൗ ചതുർഹോതാരഹ, ഭഗവാന്റെ കാലുകളുടെ സ്ഥാനത്ത്, വരാഹമൂർത്തിയാണ്, അപ്പൊ 4 കാലുണ്ട്, ആ 4 കാലുകളുടെ സ്ഥാനത്ത് 4 ഹോതാക്കളെയും സങ്കല്പിച്ചു. അപ്പോ അവിടെ അതായത് യജ്ഞം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഈ ഹോതാക്കള്. ആ 4 ഹോതാക്കളെയും ആ 4 കാലുകളുടെ സ്ഥാനത്ത് കണ്ടു. വദനെ ശ്രുക് അഭി, ഭഗവാന്റെ വായയുടെ സ്ഥാനത്ത് ശ്രുജവും കണ്ടു. അതായത് യാഗത്തിന് ഉള്ള ആ ദ്രവ്യങ്ങളെ കോരിയൊഴിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ശ്രുജം എന്ന് പറയുന്നത്. അങ്ങനെ വദനെ ശ്രുക, ഭഗവാന്റെ വായയുടെ സ്ഥാനത്ത് അവർ ശ്രുജമാണ് കണ്ടത്. ഇനി ഉദരേ ഇടാ ച, ഉദരത്തിന്റെ, ഭഗവാന്റെ ഉദരത്തിന്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശ പാത്രവും കണ്ടു എന്ന്. പുരോടാശം എന്നാൽ ഹവിസാണ്. അപ്പൊ ഹവിസാകുന്ന ഹോമദ്രവ്യത്തെ സ്വീകരിക്കുന്ന പാത്രം, അതാണ് ഇട. ഭഗവാന്റെ ഉദരത്തിന്റെ സ്ഥാനത്ത് ആ ഇട എന്ന പാത്രമാണ് കാണുന്നത്. ജിഹ്വായാം ഗ്രാഹ, അതായത് ഭഗവാന്റെ നാവിന്റെ സ്ഥാനത്ത് സോമരസ പാത്രങ്ങളും കണ്ടു. കർണേ ചമസാഹ ച, ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും ആകുന്നു. ചമസ് എന്ന് വെച്ചാൽ യജ്ഞാനന്തരമുള്ള പ്രസാദങ്ങളെ, ദ്രവ്യങ്ങളെ ഇട്ടുവെക്കുന്ന പാത്രം, അതാണ് ചമസ്. അതിനെയും കണ്ടു. വിഭോ തേ വീര്യം സോമഹ, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, തേ വീര്യം, അവിടുത്തെ ആ രേതസ് സോമഹ, സോമരസവും ആകുന്നു. ഹേ വരദ, അല്ലയോ വരം നൽകുന്ന ഭഗവാനെ, തേ ഗളദേശേ, അങ്ങയുടെ കണ്ഠസ്ഥാനം ഉപസതഹ അഭി, ഉപസത്തുക്കൾ എന്ന ഇഷ്ടിവിശേഷങ്ങളുമായും ഭവിക്കുന്നു എന്ന്. അതായത് ഇഷ്ടി എന്നാൽ യജ്ഞം, അപ്പൊ യജ്ഞത്തിന്റെ മറ്റു വിശേഷങ്ങളായി ഭവിക്കുന്നത് ഭഗവാന്റെ കണ്ഠപ്രദേശവുമാണ്. അപ്പൊ ഇത് യജ്ഞവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേരുകളാണ് ഈ ശ്ലോകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ത്വക്ക് ഗായത്രി മന്ത്രം, പിന്നെ രോമങ്ങൾ എന്ന് പറയുന്നത് ദർഭപ്പുല്ലുകള്, കണ്ണുകള് നെയ്യ്, ഭഗവാന്റെ 4 കാലുകള് 4 ഹോതാക്കള്, ഭഗവാന്റെ വായയുടെ സ്ഥാനത്ത് സൃജം, അതുപോലെ ഭഗവാന്റെ ഉദരം എന്ന് പറയുന്നത് ഇട എന്ന പാത്രം, ജിഹ്വ എന്ന നാവ് സോമരസ പാത്രങ്ങള്, കർണം എന്ന് പറയുന്നത് ചമസുകള്, ഭഗവാന്റെ വീര്യം സോമരസം, രേതസ് സോമരസവുമാകുന്നു. അങ്ങനെ ഭഗവാന്റെ കണ്ഠപ്രദേശം എന്ന് പറയുന്നത് ആ യജ്ഞത്തിലെ മറ്റു വിശേഷങ്ങളായും ഭവിക്കുന്നു. ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഭഗവാനെ യജ്ഞപുരുഷനായി കണ്ടുകൊണ്ടാണ് മഹർഷിമാർ അവിടെ നിന്ന് സ്തുതിച്ചത്. ശ്ലോകം 10. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമനാ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ. സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിഭോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ. മുനീന്ദ്രൈഃ ഇത്യാദി സ്തവനമുഖരൈഃ മോദിതമനഃ മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ. സ്വധിഷ്ണ്യം സംപ്രാപ്തഃ സുഖരസവിഹാരീ മധുരിപഃ നിരുന്ധ്യാഃ രോഗം മേ സകലം അപി വാതാലയപതേ.
ഇത്യാദി സ്തവനമുഖരൈഹി, ഇപ്രകാരമെല്ലാമുള്ള സ്തുതിവചനങ്ങൾ മുഴക്കുന്ന മുനീന്ദ്രൈഹി, മഹർഷി ശ്രേഷ്ഠന്മാരാൽ മോദിത മനഃ, ആഹ്ലാദിക്കപ്പെട്ട മനസ്സോടുകൂടിയ ആ ഭഗവാൻ. അപ്പോൾ മഹർഷി വര്യന്മാരുടെ ഇപ്രകാരമുള്ള സ്തുതിവചനങ്ങൾ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ മഹീയസ്യ മൂർത്യ വിമലതര കീർത്തിയ ച വിലസൻ, മഹീയസ്യ മൂർത്തിയ, വളരെ വലുതായ ശരീരത്തോടും വിമലതര കീർത്തിയ, അതിവിശുദ്ധമായ യശസ്സോടും കൂടി വിലസൻ, വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും. അപ്പോൾ ഇപ്രകാരമുള്ള മഹർഷീശ്വരന്മാരുടെ സ്തുതികൾ കേട്ട് സന്തോഷിക്കുന്നവനും വളരെ വലിയ ശരീരത്തോടും അതിവിശുദ്ധമായ കീർത്തിയോടും യശസ്സോടും കൂടി വിളങ്ങിക്കൊണ്ടിരിക്കുന്നവനുമായ ആ വരാഹമൂർത്തി സ്വദിഷ്ണ്യം സംപ്രാപ്ത, ആ വരാഹ അവതാരം എന്ന ജന്മലക്ഷ്യം പൂർത്തിയാക്കി ആ ശരീരത്തെ വിട്ട് സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ സ്വദിഷ്ണ്യം പ്രാപ്ത, വൈകുണ്ഠത്തെ പ്രാപിച്ച് സുഖരസവിഹാരി, പരമാനന്ദത്തോടെ വിഹരിക്കുന്നവനുമായ മധുരിപോ, സാക്ഷാൽ മധുസൂദനൻ തന്നെയായ വാതാലയപദേ, അല്ലയോ ഗുരുവായൂരപ്പ, മേ സകലം അഭിരോഗം, എൻ്റെ സമസ്ത രോഗങ്ങളെയും അവിടുന്ന് നിരുന്ധ്യാഹ, നിരോധിക്കണമേ എന്ന്. അപ്പോൾ ഇപ്രകാരം വരാഹമൂർത്തി തൻ്റെ ജന്മലക്ഷ്യം പൂർത്തിയാക്കി ഹിരണ്യാക്ഷനെ വധിച്ചത് കണ്ട് മഹർഷീശ്വരന്മാർ വരാഹമൂർത്തിയെ യജ്ഞസ്വരൂപനായി കണ്ട് സങ്കൽപ്പിച്ച് സ്തുതിച്ചു. ഭഗവാന്റെ ശരീരാവയവങ്ങൾ ഓരോന്നും യജ്ഞത്തിനായുള്ള ഉപകരണങ്ങളായി കണ്ടുകൊണ്ട് മനസ്സിൽ സങ്കല്പിച്ചാണ് അവർ ഭഗവാനെ സ്തുതിച്ചത്. അപ്രകാരമുള്ള അവരുടെ സ്തുതിയിൽ സന്തോഷചിത്തനായ ഭഗവാൻ വളരെ വലിയ ശരീരത്തോടും അതിവിശാലമായ യശസ്സോടും കൂടി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ വരാഹമൂർത്തി ആ ശരീരം, അതായത് ആ വരാഹരൂപത്തെ ഉപേക്ഷിച്ച് ആ സ്വധാമത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ പരമാനന്ദത്തോടുകൂടി വൈകുണ്ഠത്തിൽ വിഹരിക്കുന്ന സാക്ഷാൽ മധുസൂദനൻ തന്നെയായ ഗുരുവായൂരപ്പ, എനിക്ക് വരാനിരിക്കുന്ന എൻ്റെ സകല സമസ്ത രോഗങ്ങളെയും അങ്ങ് ഇല്ലാതാക്കി തരേണമേ എന്നൊരു പ്രാർത്ഥനയോടെ ഇവിടെ ദശകം 13 അവസാനിക്കുകയാണ്. വിനയം ഭക്തിയുടെ അടിസ്ഥാന ശിലയാണ്. അഹങ്കാരം ബദ്ധശത്രുവും. പലപ്പോഴും പരമഭക്തർ എന്ന് സ്വയം വിചാരിക്കുന്നവർ പോലും മായാബന്ധനത്താൽ അഹങ്കാരത്തിന് അടിമകളായി പോകുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഭഗവത് ഭക്തരായിരുന്നു ജയവിജയന്മാർ. അവർക്ക് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു. ഒരുപാട് കാലത്തെ അവരുടെ തീവ്ര ഭഗവത് ഭക്തിയാലും തപസ്സിനാലും സംപ്രീതനായി ഭഗവാൻ അവർക്ക് അനുഗ്രഹിച്ചു നൽകിയ മുഖ്യ പാർഷദ സ്ഥാനത്താൽ അവർ അല്പം അഹങ്കാരികളായി തീർന്നു എന്ന് ഭഗവാന് മനസ്സിലായി. ഒരുപാട് കാലത്തെ അഹങ്കാരമില്ലാത്ത ആ നിഷ്കളങ്കമായ ഭക്തി കൊണ്ടാണ് അവർ ആ സ്ഥാനത്തിന്, ഭഗവാന്റെ മുഖ്യ പാർഷദന്മാർ എന്ന സ്ഥാനത്തിന് അർഹരായി തീർന്നത്. പക്ഷെ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ കുറച്ച് അഹങ്കാരവും ഉണ്ടായി. സമ്പൂർണ്ണ ശുഭ്രമായ വൈകുണ്ഠ ലോകത്ത് അത്തരം കളങ്കങ്ങൾക്കോ മതമാത്സര്യങ്ങൾക്കോ യാതൊരുവിധ സ്ഥാനവുമില്ല. മതമാത്സര്യങ്ങൾക്ക് സ്ഥാനമുള്ളത് ഭൂമി, പാതാളം പോലുള്ള ലോകങ്ങളിലാണ്. അതുകൊണ്ടാണ് അവരെ ശുദ്ധീകരിക്കുവാനായി ഭഗവാൻ വീണ്ടും ഭൂമിയിലേക്ക് അവരെ അയച്ചത്. ഇത്തരം ജയവിജയന്മാരെ നമുക്ക് ഇന്നും പലപ്പോഴും പലയിടങ്ങളിലും കാണാൻ പറ്റും. ഭഗവാന്റെ കൃപ മൂലം ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിയവർ പിന്നീട് തങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടും ആണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് വിചാരിച്ച് അങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നു. ആ അവസ്ഥ എത്തിയാൽ പതനത്തിന് പിന്നെ വലിയ താമസമൊന്നുമില്ല എന്ന് ഈ ഒരു കഥ, ജയവിജയന്മാരുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഭഗവത് ഭക്തിയുടെ പാത അത്ര എളുപ്പമുള്ള സുഖകരമായ പാതയല്ല. ഒരു ഭക്തന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കും ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ. അതിലൊന്നും തളരാതെ ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സ് ഏകാഗ്രമാക്കി അടക്കി അചഞ്ചലനായി മുന്നേറുകയാണ് ഓരോരുത്തരും വേണ്ടത്. അത് വളരെ അപൂർവം പേർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യവും.